ഹലോ, ഞാൻ ഡി സി കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ലോകേഷ് കനകരാജിൻ്റെ ആദ്യമായിട്ട് പുള്ളി മെയിൻ ലീഡിൽ വരുന്ന പടമാണ് ഡി സി. അതും അശ്വിൻ മതേശ്വരൻ്റെ ക്യാപ്റ്റൻ മില്ലറിന് ശേഷം പുള്ളി എടുക്കുന്ന പടമാണ് ഇത്. അപ്പോൾ ഈ ഒരു സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേര് കണ്ടാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, ഡി സി, ദേവദാസ് ചന്ദ്ര. രണ്ട് ക്യാരക്ടർ നെയിമിനെ ബേസ് ചെയ്തിട്ടാണ് ആ പടത്തിൻ്റെ പേരിട്ടിരിക്കുന്നത്. ഈ രണ്ട് ക്യാരക്ടേഴ്സും ദേവദാസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബംഗാളി നോവലുണ്ട്, അതിലെ ക്യാരക്ടേഴ്സാണ്. ഈ ദേവദാസ് ആണെങ്കിലും ചന്ദ്ര ആണെങ്കിലും പിന്നെ പാർവത്യ, ഞാൻ ക്യാരക്ടർ നെയിം മറന്നുപോയി. ആ മൂന്ന് ക്യാരക്ടേഴ്സ് ഈ ഒരു നോവലിലുള്ളതാണ്. അപ്പോൾ ആ ഒരു നോവലിൻ്റെ ഒരു ഏറെക്കുറെ അഡാപ്റ്റേഷൻ എന്ന് പറയാം, അങ്ങനെ തന്നെ എടുത്തു വെച്ചിരിക്കില്ല. കഥയെല്ലാം ഭയങ്കര വ്യത്യാസമുണ്ട്. പക്ഷേ ആ ക്യാരക്ടേഴ്സിനെ അങ്ങനെ തന്നെ പുള്ളി എടുത്തിട്ട് ഈ ഡയറക്ടർ ആളുടെ ഒരു സ്റ്റൈലിൽ അത് മേക്ക് ചെയ്തിരിക്കുകയാണ്, ഈ കഥ ചെയ്തിരിക്കുകയാണ്, വാട്ട് എവർ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മെയിൻ കഥയിലേക്ക് വരുമ്പോൾ ഇതൊരു ചെറിയ മൂവിയാണ്. ഒരു ഗ്യാങ്സ്റ്റർ പടങ്ങൾ ഇപ്പോൾ ഇഷ്ടം പോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ ജോണർ പറയുകയാണെങ്കിൽ തന്നെ ഇതൊരു ആക്ഷൻ പടമാണെന്നും പറയാൻ പറ്റില്ല, ഇതൊരു റൊമാൻറ്റിക് പടമാണെന്നും പറയാൻ പറ്റില്ല. ഇതിൻ്റെ എല്ലാ ഇമോഷൻസും കൺട്രോൾ ചെയ്തിരിക്കുന്നത് അനിരുദ്ധാണ്. കാരണം ഇതിൻ്റെ ഫുൾ, അതായത് ഫ്രം ദ ബിഗിനിങ് ഇറ്റ് സെൽഫ് പുള്ളിയാണ് ആ മെയിൻ ആ പോർഷൻസ് എല്ലാം താങ്ങി കൊണ്ടുപോകണം. അതുകൊണ്ട് ഇതൊരു മ്യൂസിക്കൽ ഗ്യാങ്സ്റ്റർ ലവ് സ്റ്റോറി എന്നുള്ള അങ്ങനത്തെ, അല്ലെങ്കിൽ ഒരു മ്യൂസിക്കൽ ഗ്യാങ്സ്റ്റർ ഇമോഷണൽ ലവ് സ്റ്റോറി, അങ്ങനത്തെ ഒരു രീതിയിൽ, അങ്ങനത്തെ ഒരു ജോണറിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു പടമാണ് ഡി സി. കാരണം അത് ഭയങ്കര ഡീപ്പായിട്ട് അതിൽ ഇമോഷൻസ് ഉണ്ട്, കോറായിട്ടുള്ള രീതിയിൽ വയലൻസും ഗ്യാങ്സ്റ്റേഴ്സിൻ്റെ ആ ഒരു വൈബ് പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പുറത്ത് ചന്ദ്ര എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്യാരക്ടർ, അതൊരു പ്രോസ്റ്റിറ്റ്യൂട്ട് ക്യാരക്ടറാണ് ആ നോവലുള്ള അതേപോലെ തന്നെ. പിന്നെ പാർവതി എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടർ, അങ്ങനെ ഈ ഒരു മൂന്ന് ക്യാരക്ടേഴ്സിനെ മെയിൻ ചുറ്റിപ്പറ്റിയിട്ടാണ് ഈ ഒരു പടം പോകുന്നത്. സോ ആ മൂന്ന് ക്യാരക്ടേഴ്സിനെയും ഡീൽ ചെയ്ത മെയിൻ ആക്ടേഴ്സ്, ലോകേഷ് ആണെങ്കിലും വാമികയാണെങ്കിലും പിന്നെ ആ മെയിൻ പാർവതിയുടെ ക്യാരക്ടർ ചെയ്ത ആളുടെ പേരും കയറില്ല, ആ മൂന്നാളാണെങ്കിലും ആ ക്യാരക്ടേഴ്സിനെ നല്ല രീതിയിൽ ആ ഇമോഷൻസിനെ ഡീൽ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. സോ ഇതിലെ എല്ലാ ഭാഗത്തും, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ തുടക്കം തൊട്ട് അവസാനം വരെയും അനിരുദ്ധാണ് അതിനിങ്ങനെ പിന്തുടർന്ന് പോകുന്നത്. അതിൽ സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് ആ ഒരു പെട്ടെന്ന് തന്നെ ആ ഒരു വേൾഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഡയറക്ടർ വരുന്നുണ്ട്. പിന്നെ പെട്ടെന്ന് ഇങ്ങനെ പോകുന്നുണ്ട്. അതിൻ്റെ എഡിറ്റ് ആണെങ്കിലും നല്ല ഫാസ്റ്റ് മൂവ്മെൻ്റ് ആയിട്ട് പോകുന്നുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് കുറേ സാധനങ്ങളൊന്നും വരുന്നില്ല. സോ എൻഗേജ്മെൻ്റ് ആയിട്ടുള്ളൊരു സ്ക്രീൻ പ്ലേ, എൻഗേജ്മെൻ്റ് ആയ രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യാൻ ഡയറക്ടർക്ക് സാധിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ മ്യൂസിക് ഡയറക്ടറുടെ കമ്പോസിഷൻ 15 ട്രാക്കാണ് ഈ ഒരു പടത്തിന് വേണ്ടിയിട്ട് അനിരുദ്ധ് ചെയ്തിരിക്കുന്നത്. അനിരുദ്ധിൻ്റെ കരിയറിലെ എൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് സൗണ്ട് ട്രാക്കായിട്ടാണ് എനിക്ക് ഈ ഒരു പടത്തിൽ തോന്നിയിട്ടുള്ളത്. അത്രയും ട്രാക്ക്, അതായത് ഏകദേശം ഒരു 50 മിനിറ്റിൻ്റെ എന്തോ അടുത്ത് സൗണ്ട് ട്രാക്ക് മാത്രമുണ്ട്. 2 മണിക്കൂർ 20 മിനിറ്റ് എന്തോ ലെങ്ത്തുള്ള പടത്തിന് ഏകദേശം 1 മണിക്കൂറിൻ്റെ അടുത്ത് സൗണ്ട് ട്രാക്ക് കൊടുത്തിരിക്കുക. അതൊരു അതിൻ്റെ എല്ലാ ഇമോഷൻസിനെയും ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത് മ്യൂസിക്കാണ്. ഓഡിയൻസിനെ അത്രയും അങ്ങനെ ഡീപ്പായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാനായിട്ട് അനിരുടെ മ്യൂസിക്കിന് പറ്റുന്നുണ്ട്. അനിരുദ്ധ് ഈ ഒരു ലോകേഷിന് ചെയ്യുന്ന ഒരു സംഭവം, അതിപ്പോൾ ആക്ടറായിട്ടാണെങ്കിലും ഡയറക്ടറായിട്ട് ചെയ്യുകയാണെങ്കിലും പുള്ളി ഈ ലോകേഷായിട്ട് വരുമ്പോൾ ഒരു കോമ്പിനേഷൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അത് ഇതിലും ആ രീതിയിൽ പോയിട്ടുണ്ട്. ഇതിൻ്റെ മൂവി ഡയറക്ടറായിട്ട് അനിരുദ്ധിൻ്റെ ഫസ്റ്റ് കൊളാബറേഷനാണ്. സോ നല്ല വെൽ വർക്കൗട്ടായിട്ട് പോയിട്ടുണ്ട്. എനിക്ക് ഈ മൂവി ഡിപ്പാർട്ട്മെൻറ്റിലെ ഏറ്റവും ഭയങ്കര ഇഷ്ടമായത് ഈ ഒരു മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റാണ്. അത് പുള്ളി അതിൻ്റെ മെയിനായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. മൊത്തത്തിൽ ഈ ഒരു പടം എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആ ഒരു ഇമോഷൻസിനെ കൈകാര്യം ചെയ്യുന്ന ആ ഒരു രീതിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. ഒരു ഗ്യാങ്സ്റ്റർ ടൈപ്പ് പടമാണ്, പക്ഷെ എന്നാൽ പോലും കാർത്തിക് സുബ്രാജിൻ്റെ വൈബല്ല. ഗ്യാങ്സ്റ്റർ ടൈപ്പ് തന്നെ ഇപ്പോൾ തമിഴിൽ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്തിരിക്കുന്ന ഒരു കാറ്റഗറിയാണ് ഈ ഗ്യാങ്സ്റ്റർ സംഭവങ്ങൾ. ഇപ്പോൾ വെട്രിമാരനാണെങ്കിലും അല്ലെങ്കിൽ കാർത്തിക് സുബ്രാജ്, അങ്ങനത്തെ ഓരോരോ സ്റ്റൈലുകളുണ്ടല്ലോ. ഇതിലിപ്പോൾ ഈ ഡയറക്ടർ തന്നെ മുമ്പ് ചെയ്തിട്ടുള്ളത് ഒരു ഗ്യാങ്സ്റ്റർ ടൈപ്പ്, ആളുടെ എല്ലാ പടങ്ങളും എനിക്ക് തോന്നുന്നു ആ ഒരു ജോണറിൽ തന്നെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ആളുടെ ഒരു ട്രീറ്റ്മെൻറ്റ് വേറെയാണ്. സോ അതുകൊണ്ട് ഡി സിയും പുള്ളി ആ ഒരു രീതിയിൽ ചെയ്തിരിക്കുന്നത്. ഒരിക്കലും നിങ്ങൾ ഗ്യാങ്സ്റ്റർ ടൈപ്പ് പടം എന്ന് പറയുമ്പോൾ എപ്പോഴും വെട്ടടി കുത്ത് മാത്രം നോക്കി പ്രതീക്ഷിക്കരുത്. ആളിതിൽ കുറച്ച് ഇമോഷൻസിനെ കൈകാര്യം ചെയ്തു പോകുന്ന രീതിയിലുള്ള അങ്ങനത്തെ ഒരു ടൈപ്പാണ് പിടിച്ചിരിക്കുന്നത്. ആളുടെ പ്രസൻറ്റേഷൻ വ്യത്യാസമാണ്. അതൊരു വേറെ ടൈപ്പ് ട്രീറ്റ്മെൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ എല്ലാം കൊണ്ടുള്ള ടെക്നിക്കൽ സൈഡാണെങ്കിലും ക്യാമറ ആണെങ്കിലും മറ്റെല്ലാ സൈഡുകളും നല്ല ഭംഗിയായിട്ട് തന്നെ പോയിട്ടുണ്ട്. പിന്നെ വാമിക ഗബിയുടെ പെർഫോമൻസ് എടുത്ത് പറയാനാണ്. കാരണം പുള്ളിക്കാരി ഇതിൽ ചെയ്തിരിക്കുന്ന ഒരു തമിഴ് സംസാരിക്കുന്ന ഒരു ക്യാരക്ടറാണല്ലോ, പക്ഷേ ആക്ച്വലി അറിയില്ല, നിങ്ങൾക്ക് നോർത്തുകാരിയാണ് വാമിക ഗബി. ആൾക്ക് തമിഴ് സംസാരിക്കാനായിട്ട് അതിൻ്റെ ലിപ്പ് മൂവ്മെൻ്റ് ഒന്നും കറക്റ്റായിട്ട് വരില്ല. പക്ഷേ പുള്ളിക്കാരി ഈ പടത്തിന് വേണ്ടിയിട്ട് അത്ര എക്സ്ട്രാ എഫേർട്ടൊക്കെ എടുത്തിട്ട് ആ ഒരു തമിഴ് സ്ലാങ് പിടിക്കാനായിട്ട് നന്നായി ശ്രമിച്ചിട്ടുണ്ട്. ആളല്ലെന്ന് തോന്നുന്നുണ്ട് ഈ സിനിമ ഡബ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്നാൽ പോലും നിങ്ങൾക്ക് ആ ഒരു വാക്കുകളൊക്കെ സംസാരിക്കുമ്പോൾ ലിപ്പിൽ ഒരു വ്യത്യാസം തോന്നില്ല. ആളത്ര എഫേർട്ട് എടുത്തിട്ട് ആ ക്യാരക്ടറിന് വേണ്ടി നിന്നിട്ട്. ഇപ്പോൾ ലോകേഷ് ആണെങ്കിൽ തന്നെ ലോകേഷ് ഇത്രയും നന്നായിട്ട് ഒരു സിനിമയിൽ അഭിനയിക്കുന്നത് എനിക്കറിയാൻ പാടില്ലായിരുന്നു. സാധാരണ ലോകേഷിൻ്റെ കൂലി കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ആൾക്കാർ കളിയാക്കി മീം ചെയ്ത് കൊന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നില്ല. തമിഴിൽ ഈ അടുത്ത ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിങ് എന്നാണെങ്കിൽ പറയാം, അങ്ങനെ ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ള മനുഷ്യനാണ് ഈ ലോകേഷ് കനകരാജ്. കാരണം ആളുടെ LCU അങ്ങനെ
ആൾക്കാർ ക്രിറ്റിസൈസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം പുള്ളിക്ക് മര്യാദ എൽ സി വീട്ടിലേക്ക് പോയാൽ മതിയായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോ പടങ്ങൾ കമ്മിറ്റ് ചെയ്തായത് ഇപ്പോൾ കൂലിയൊന്നും ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. വാട്ടർ അത് ഇതിൻ്റെ ബന്ധപ്പെടുന്ന കാര്യമില്ല. പക്ഷേ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പുള്ളിക്കാരന് ഇതിന് വേണ്ടിയിട്ട് ആ ഒരു ബ്രേക്ക് എടുത്തതിന് ശേഷം ഒരു വലിയൊരു എന്താ പറയുക നല്ല രീതിക്ക് ചെയ്ത ഒരു വർക്കാണ് ഈ ഒരു പടം. അപ്പോൾ അത്രയും നാൾക്ക് പുള്ളി കിട്ടിയ ആ ഒരു കളിയാക്കലും ഇതെല്ലാത്തിനും കൂടിയുള്ള റിപ്ലൈ ആയിട്ട് വേണം ഈ പുള്ളിക്ക് ഇത് കരുതാം. ഇപ്പോൾ തന്നെ എക്സിലും മറ്റുള്ള സോഷ്യൽ മീഡിയയിലും പുള്ളിനെ നല്ല രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യുന്നുണ്ട് ആൾക്കാരെല്ലാം. കാരണം അത്രയും ഭംഗിയായിട്ട് ആ ക്യാരക്ടറിനെ കൊണ്ടുപോകാനായിട്ട് പറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പുള്ളി ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആക്ടറല്ല, ആളൊരു ഡയറക്ടറാണ്. ആ സംഭവങ്ങളെല്ലാം ഒരു ഫസ്റ്റ് പടത്തിൽ തന്നെ അത്രയും ബെറ്ററായിട്ട് ചെയ്തിരിക്കുന്ന നല്ല രസമായിട്ടുണ്ട്. പിന്നെ ലുക്കിലാണെങ്കിലും എനിക്ക് തോന്നുന്നില്ല ലോകേഷിന് അധികം ആർട്ടിഫിഷ്യലായിട്ട് ഈ പടത്തിന് വേണ്ടി വലിയ കഷ്ടപ്പെടേണ്ടി വരും തോന്നുന്നില്ല. കാരണം താടിയും മുടിയൊക്കെ പുള്ളിക്കാരന് ആക്ച്വലി ഉള്ളതാണ്. അത് കുറച്ചും കൂടി ഒന്ന് വളർത്തിയെന്ന് തോന്നുന്നത്. പിന്നെ നോർമൽ കോസ്റ്റ്യൂംസ് ഒക്കെ തന്നെയാണ്. ഇതിൻ്റെ ഡയറക്ടർ തന്നെയാണ് തോന്നുന്നു കോസ്റ്റ്യൂംസ് എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ലോകേഷിൻ്റെ കാര്യമുണ്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ വാമികയുടെ ആണെങ്കിലും പിന്നെ പാർവതി എന്ന ക്യാരക്ടറിനൊക്കെ ആണെങ്കിലും ആ ക്യാരക്ടേഴ്സിനെ ആ സിറ്റുവേഷനിൽ അവരിങ്ങനെ അത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ കൊടുത്തിട്ടുള്ള കോസ്റ്റ്യൂംസ് എല്ലാം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പ്രത്യേകിച്ച് ആ ഒരു ദേവദാസ് എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ആ രണ്ട് ക്യാരക്ടേഴ്സും ആയിട്ടുള്ള ആ ഒരു സീൻസ് വരുമ്പോൾ ഉള്ള ആ സിറ്റുവേഷൻ അനുസരിച്ച് വരുന്ന ആ ഒരു കോസ്റ്റ്യൂംസ് അതെല്ലാം സ്പോയിലറായി പോകുന്നതുകൊണ്ട് ഞാൻ ഡീപ്പായിട്ട് പോകുന്നില്ല. അതെല്ലാം ആപ്റ്റായിട്ട് നിൽക്കുന്നതായിരുന്നു. അങ്ങനെ ഒരു മൂവി എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായ പടമാണ്. ഇപ്പോൾ നിങ്ങളിത് കാണുകയാണെങ്കിൽ തിയേറ്ററിൽ തന്നെ മസ്റ്റായിട്ട് കാണണം. ഇതൊരു തിയേറ്ററിക്കൽ സ്റ്റഫാണ്. ഞാൻ ഒരു പ്രതീക്ഷയില്ലാണ്ട് പോയി കണ്ട സിനിമയാണ് DC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകേഷ് കനകരാജ് ആദ്യമായിട്ട് അഭിനയിക്കുന്ന പടമാണ്. പിന്നെ ഇതിൻ്റെ ഡയറക്ടറെ ഇങ്ങനത്തെ ഒരു ടൈപ്പ് പുള്ളി പിടിക്കുമ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കും എനിക്ക് അറിയില്ലായിരുന്നു. കാരണം ഒരു ലവും കൂടി ഇതിൽ വരുന്നുണ്ട്. ക്യാപ്റ്റൻ മില്ലർ ആണെങ്കിലും പുള്ളി അതിന് മുമ്പ് ചെയ്ത പടങ്ങളിലൊന്നും അങ്ങനത്തെ ഒരു ഇത് പിടിച്ചിട്ടില്ല. അപ്പോൾ ഒരു ചെറിയ രീതിയിലൊരു ജോണർ ഷിഫ്റ്റ് വരുന്നുണ്ട്. സോ ഇത് ആൾ ഡീൽ ചെയ്യുമ്പോൾ അതെങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ അത് ആൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. സോ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ലാണ്ട് പോയിട്ട് വലിയൊരു ട്രീറ്റ് കിട്ടിയ പോലെയായിരുന്നു എനിക്ക് ഈ സിനിമ. പിന്നെ ഞാൻ നല്ലൊരു ഓഡിയൻസിൻ്റെ ഒപ്പമാണ് ഇത് കണ്ടത്. സോ ആ പ്രത്യേകിച്ച് ആ ഇൻ്റർവെൽ സീനൊക്കെ അതിലാ മൊത്തത്തിൽ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് ഫുൾ കുക്ക് ചെയ്തിരിക്കുന്നത്. അനിരുദ്ധിനെ നമിക്കാണ്ടോ പുള്ളി ഇങ്ങനെ പടത്തെ താങ്ങിയെടുത്ത് കൊണ്ടുപോയി ഓഡിയൻസിന് മുമ്പിൽ പ്രസൻറ്റ് ചെയ്ത പോലെയാണ് ഫീൽ ചെയ്യുക. കാരണം അയാൾ അത്ര എഫേർട്ട് എടുത്തിട്ടുണ്ട് ആ പടം ചെയ്യാനായിട്ട്. ആ ഒരു അനിരുദ്ധിൻ്റെ എഫേർട്ട് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ അത്രയും നല്ല സൗണ്ട് ക്വാളിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള തിയേറ്റേഴ്സ് നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. കാരണം ആ സൗണ്ട് ക്വാളിറ്റി അത്രയും എങ്കിലും ഡിസേർവ് ചെയ്യുന്നുണ്ട്. കാരണം പുള്ളി അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഈ പടത്തിൻ്റെ സൗണ്ട് ട്രാക്ക് ചെയ്തിട്ടുള്ളത്. സോ നല്ലൊരു സൗണ്ട് ട്രാക്ക് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നല്ല തിയേറ്ററും മസ്റ്റായിട്ട് വേണം. സോ അതുകൊണ്ട് നല്ലൊരു സൗണ്ടിന് ഇമ്പോർട്ടൻസ് ഉള്ള തിയേറ്ററിൽ പോയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഇതാണ് എനിക്ക് DC കണ്ടപ്പോൾ തോന്നിയത്. നിങ്ങൾക്ക് എന്താ തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ പറയാം. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.